अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहू वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़्दूबि अलैहिम वलद्दाल्लीन। लन तनालुल बिर्रा हत्ता तुन्फ़िक़ू मिम्मा तुहिब्बून वमा तुन्फ़िक़ू मिन शैइन फ़इन्नल्लाह बिही अलीम। इस आयत का तर्जुमा है कि तुम कामिल नेकी को हरगिज़ नहीं पा सकते। ഈ ആയത്തിന്റെ തർജുമ ഇപ്രകാരമാണ്: നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതുവരെ നിങ്ങൾ പരിപൂർണ നന്മ പ്രാപിക്കുകയില്ല. നിങ്ങൾ ഏതൊന്ന് ചിലവഴിക്കുന്നുവോ അതിനെക്കുറിച്ച് അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു. ബിർ എന്നത് ഉയർന്ന നിലയിലുള്ള നന്മയ്ക്കും പറയും, ബിർ എന്നത് പരിപൂർണ നന്മയ്ക്കും പറയും. തർജ്ജമയിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ പ്രീതി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യഥാർത്ഥ മുഅ്മിൻ നന്മയുടെ ആ ഉയർന്ന നിലവാരം സ്വായത്തമാക്കുന്നതിനായി പരിശ്രമിക്കുന്നു. ഏതൊന്നാണോ അവരെ അള്ളാഹുവുമായി അടുപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം വിവിധ തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിനായി വിവിധ നന്മകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോ, അതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ടോ, അവിടങ്ങളിൽ സമ്പത്ത് ചിലവഴിക്കുന്നതിനെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിവിധങ്ങളായ കഴിവുകളെ ചിലവഴിക്കുന്നതിനെയും നന്മയായി പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിന് വളരെ വലിയ നന്മയായി പറഞ്ഞിരിക്കുന്നു. പറയുന്നു, അത് വലിയ നന്മയായിത്തീരുന്നത് അപ്പോഴായിരിക്കും ഏതൊരു സമ്പത്തിനെയും വസ്തുവിനെയുമാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് അത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുമ്പോൾ. അപ്പോൾ അത് വലിയ നന്മയായിരിക്കും. നിശ്ചയമായും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി ചെയ്യുന്ന എല്ലാ നന്മകൾക്കും പ്രതിഫലം നൽകുന്നു. എന്നാൽ ഉത്തമമായ പ്രതിഫലം അവൻ്റെ മാർഗത്തിൽ എപ്പോഴാണോ ഉത്തമമായ വസ്തുത്യാഗം ചെയ്യുന്നത് അപ്പോഴാണ് ലഭിക്കുക. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് ആ ദാസനാണ്. ആരാണോ അള്ളാഹുവിൻ്റെ പ്രീതി സ്വായത്തമാക്കുന്നതിനായി നന്മയുടെ ഉന്നത നിലവാരം കരസ്ഥമാക്കുന്നതിനായി പരിശ്രമിക്കുന്നത്, അത് നേടുന്നതിനായി അവൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തു പോലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ വിമുഖത കാണിക്കുന്നില്ല. അതുകൊണ്ട് സത്യസന്ധമായ ഈമാനും
സത്യസന്ധമായ നന്മയും जो उसे ത്യാഗത്തിൻ്റെ ഉന്നത നിലവാരവും ഏതൊന്നാണോ അവന് ഏറ്റവും പ്രിയപ്പെട്ടത് അത് ചിലവഴിക്കുമ്പോഴാണ് മനസ്സിലാവുക. कुर्बानी के लिए ഈമാന്റെ ദൃഢതയ്ക്കും സുരക്ഷിതത്വത്തിനു വേണ്ടിയും മുഅ്മിൻ എല്ലാവിധത്തിലുള്ള ത്യാഗത്തിനും സന്നദ്ധനായിരിക്കും. അങ്ങനെ തന്നെയാണ് ഒരു യഥാർത്ഥ മുഅ്മിൻ ആകേണ്ടതും. നന്മയുടെ ഉന്നത നിലവാരം സ്വായത്തമാക്കുന്നതിന് ഒരു യഥാർത്ഥ മുഅ്മിൻ എല്ലായ്പ്പോഴും അസ്വസ്ഥനായിക്കൊണ്ടിരിക്കും. ഹദീസിൽ വരുന്നു, ഈ ആയത്ത് അവതീർണമായപ്പോൾ അബൂ ത്വൽഹ എന്ന പേരുള്ള ഒരു സഹാബി റളിയല്ലാഹു തആല അൻഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സമക്ഷത്തിൽ ഹാജരായി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തോട്ടം, അതിനെ ബിർറുഹ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട് വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചു. പിന്നീട് ഇത് എങ്ങനെ ചിലവഴിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിരുന്നാലും സഹാബാക്കൾ എല്ലായ്പ്പോഴും ഈ ഒരു ചിന്താഗതിയിലാണ് ഉണ്ടായിരുന്നത്, എപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു നന്മ ചെയ്യാനുള്ള കൽപ്പന ലഭിക്കുക, അങ്ങനെ ഞങ്ങൾക്ക് അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി എപ്പോഴാണ് ഈമാനും ഇഖ്ലാസും ആത്മാർത്ഥതയും ത്യാഗവും പ്രകടിപ്പിക്കാൻ സാധിക്കുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരെ അങ്ങേയറ്റം അസൂയപ്പെടേണ്ടവരാണെന്ന് പറയുകയുണ്ടായി. ഈ നിലവാരം സ്വായത്തമാക്കിയവരെ നമുക്ക് സഹാബ റിദ്വാനുല്ലാഹി അലൈഹിമിൽ അനേകം കാണാൻ സാധിക്കുന്നതാണ്. ഒരു മുഅ്മിനിൽ നിന്നും അള്ളാഹു ആഗ്രഹിക്കുന്ന നിലവാരം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവർ രഹസ്യമായും പരസ്യമായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാറുണ്ടായിരുന്നു. മറച്ചുകൊണ്ടും പുറത്ത് കാണിച്ചുകൊണ്ടും ചിലവഴിക്കാറുണ്ടായിരുന്നു. അവരുടെ ത്യാഗത്തിൻ്റെ ഉദ്ദേശവും അള്ളാഹുവിന് അറിയാമായിരുന്നു. പിന്നീട് അള്ളാഹു അവർക്ക് അളവറ്റ നിലയിൽ നൽകുകയുണ്ടായി. നിസ്സാരമായ ജോലി ചെയ്തിരുന്നവർ, അവരിൽ ഒരു കാലം വന്നു അവർ കോടികളുടെ അധിപന്മാരായി മാറി. ഈ സമ്പത്തിൻ്റെ ഒഴുക്ക് അവരുടെ ഈമാനെയും ദൃഢവിശ്വാസത്തെയും കൂടുതൽ തിളക്കമുള്ളതാക്കി തീർത്തു. അവർ വന്നു ചേർന്ന സമ്പത്തും സ്വത്തും യാതൊരു ദുഃഖവും ഭയവുമില്ലാതെ ഇടതടവില്ലാതെ ചിലവഴിച്ചുകൊണ്ടേയിരുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത് മൂലം അള്ളാഹു അളവറ്റ നിലയിൽ നൽകും എന്ന ആത്മീയ ജ്ഞാനവും ഗ്രാഹ്യവും അവർക്കുണ്ടായിരുന്നു. 700 ഇരട്ടിയായി അല്ല, അതിലും കൂടുതലായി അള്ളാഹു നൽകുന്നതായിരിക്കും. അള്ളാഹു ആരുടെയും പ്രതാപത്തെ ഗൗനിക്കാറില്ല. ഏറ്റവും വലിയ കാര്യം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധീകരിക്കാനുള്ള ശക്തി അവരിൽ ഉണ്ടാക്കിയ ആത്മീയ വിപ്ലവം മുഖേന അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി കൂടുതലായി പരിശ്രമിക്കണം എന്ന ചിന്താഗതിയാണ് അവരിലുണ്ടായിരുന്നത്. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി അവർ പരമാവധി പരിശ്രമിക്കാറുണ്ടായിരുന്നു. സഹാബാക്കളുടെ ജീവിതം ഈ കാര്യത്തിന് സാക്ഷിയാണ്. ഏതൊന്നിനു വേണ്ടിയാണോ അവർ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്, അവർ ആ ലക്ഷ്യം നേടുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ സർട്ടിഫിക്കറ്റ് അവർ കരസ്ഥമാക്കി. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ സഹാബാക്കളെ കുറിച്ച് പറയുന്നു, സഹാബാക്കൾ അവർ കരസ്ഥമാക്കിയ സ്ഥാനത്തേക്ക് കേവലം സൗജന്യമായാണോ എത്തിച്ചേർന്നത്? ഭൗതിക ബഹുമതികൾ കരസ്ഥമാക്കുന്നതിനായി എന്തെല്ലാം വിധത്തിലുള്ള ചിലവുകളും ബുദ്ധിമുട്ടുകളുമാണ് സഹിക്കേണ്ടതായി വരുന്നത്. അതിനുശേഷമാണ് ഒരു നിസ്സാരമായ ബഹുമതി, അത് മുഖേന ഹൃദയത്തിന് ശാന്തിയോ സമാധാനമോ ലഭ്യമല്ല. അപ്പോൾ ചിന്തിക്കൂ, റളിയല്ലാഹു അൻഹും എന്ന ബഹുമതി, അത് ഹൃദയത്തിന് സമാധാനവും ശാന്തിയും അള്ളാഹുവിൻ്റെ പ്രീതിയുടെ അടയാളവുമാണ്. അത് വളരെ എളുപ്പത്തിൽ ലഭിച്ചു എന്നാണോ? പറയുന്നു, കാര്യം ഇതാണ്,
യഥാർത്ഥ സന്തോഷത്തിന് കാരണമായ അള്ളാഹുവിൻ്റെ തൃപ്തി താൽക്കാലിക ബുദ്ധിമുട്ടുകൾ സഹിക്കാത്തിടത്തോളം കാലം കരസ്ഥമാക്കാൻ സാധ്യമല്ല. അള്ളാഹുവിനെ വഞ്ചിക്കാൻ സാധ്യമല്ല. ദൈവീക പ്രീതി കരസ്ഥമാക്കുന്നതിനായി ബുദ്ധിമുട്ടുകളെ അവഗണിക്കുന്നവർ അനുഗ്രഹീതരാണ്. കാരണം സ്ഥായിയായ സന്തോഷവും എന്നെന്നും നിലനിൽക്കുന്ന സുഖത്തിൻ്റെ പ്രകാശവും സത്യവിശ്വാസിക്ക് ഈ താൽക്കാലിക ബുദ്ധിമുട്ടിന് ശേഷമാണ് ലഭിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ പരിഷ്കരണത്തിനായി, ലോകത്തെ അള്ളാഹുമായി അടുപ്പിക്കുന്നതിനായി ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു അയക്കുകയുണ്ടായി. ആ മഹാത്മാവ് സഹാബാക്കളുടെ ഉദാഹരണം നൽകിക്കൊണ്ട് നമ്മോട് എന്തെങ്കിലും പറയുമ്പോൾ അത് ഈ പരിശുദ്ധ മാതൃകകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിത മാതൃകയാണ് എന്നതുകൊണ്ടാണ്. ഇവരുടെ കാൽപ്പാടുകളെ പിന്തുടരാൻ വേണ്ടി പരിശ്രമിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ പരിശ്രമിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള നന്മ പ്രവർത്തിക്കുന്നവരും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നവരുമായി മാറുന്നതായിരിക്കും. പിന്നീട് അഹ്മദിയ ജമാഅത്തിന്റെ ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കും, ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ നേരിട്ടുള്ള തർബീയത്ത് മുഖേന അള്ളാഹുവിൻ്റെ തൃപ്തി സ്വായത്തമാക്കുന്നതിനായി തങ്ങളുടെ സർവസ്വവും ത്യജിക്കാൻ സന്നദ്ധരായ ആയിരക്കണക്കിന് വ്യക്തിത്വങ്ങളെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഈ ഈമാനിക ആവേശത്താലും ത്യാഗത്താലും ജമാഅത്ത് ഓരോ ദിവസവും ഒരു പുതിയ പ്രഭാവത്തോടെ പുരോഗതിയുടെ ചുവടുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നു. ഹദ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹവാസം ലഭിച്ചവർ ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ സന്ദേശം വ്യക്തമായും മനസ്സിലാക്കി. അതായത് നന്മയുടെ കവാടം ഇടുങ്ങിയതാണ്. അവിടുന്ന് പറയുന്നു, നന്മയുടെ കവാടം ഇടുങ്ങിയതാണ്. അതുകൊണ്ട് ഈ കാര്യം വ്യക്തമായും ധരിച്ചുകൊള്ളുക. ഉപയോഗശൂന്യമായ വസ്തുക്കൾ ചിലവഴിച്ചുകൊണ്ട് ആർക്കും തന്നെ ഇതിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. കാരണം വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ ആയത്താണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഏതുവരെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതിൽ പ്രിയപ്പെട്ടതുമായ വസ്തു ചിലവഴിക്കുന്നില്ലയോ അതുവരെ ഇഷ്ടപ്പെട്ടവനും പ്രിയപ്പെട്ടവനുമായ മുഅ്മിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ സാധ്യമല്ല. സഹാബാക്കൾ ഈ കാര്യം ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം ത്യാഗങ്ങൾ ചെയ്യാനായി അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരുന്നു. അതായത് ഹദ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കൾ ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിൽ ഉന്നത നിലവാരത്തിലുള്ള നന്മ കരസ്ഥമാക്കുന്നതിനായി ദുആക്ക് അപേക്ഷിക്കാറുണ്ടായിരുന്നു, പരിശ്രമിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്റെ ദൃശ്യവും കാണാറുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കേൾപ്പിക്കാം. ഹദ്രത്ത് സൂഫി നബി ബഖ്ഷ് സാഹിബ് റളിയല്ലാഹു തആല അൻഹു മുഹാജിർ ഖാദിയാൻ വിവരിക്കുന്നു, ഒരിക്കൽ ഞാൻ ജൽസാ സാലാനയിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒറ്റക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അകത്തേക്ക് വരൂ. അവിചാരിതമായി ആ ജനൽ തുറന്നിട്ടിരുന്നു. എൻ്റെ കൂടെയുള്ളവരും മറ്റും അനേകം സഹോദരങ്ങൾ അകത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവ് പറയുന്നു, ഞാൻ മകനെ നല്ലവണ്ണം പഠിപ്പിച്ചു, എന്നാൽ ഉദ്യോഗസ്ഥനായതിൽ പിന്നെ എനിക്ക് സേവനമൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഞാൻ ഹുസൂറിന്റെ സമക്ഷത്തിൽ പറഞ്ഞു, പിതാവ് പറയുന്നു, ഞാൻ മകനെ പഠിപ്പിച്ചു, ഉദ്യോഗസ്ഥനായി, എന്നാൽ നമ്മെ സേവിക്കുന്നില്ല. ഭാര്യ പറയുന്നു, നിങ്ങൾ നല്ല അഹമ്മദിയായിരിക്കുന്നു, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആഭരണവും വിറ്റു. പിതാവിനും പരാതി, ഭാര്യക്കും പരാതി. ഇവിടെ ഞാൻ കാണുന്നു. തുടർന്ന് ഹദ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിൽ അദ്ദേഹം പറയുന്നു, ഇവിടെ ഞാൻ കാണുന്നു, ഈ ജമാഅത്തിന്റെ സേവനത്തിനായി താങ്കളുടെ ശിഷ്യന്മാർ ആയിരക്കണക്കിന് രൂപ ത്യാഗം ചെയ്യുന്നു. താങ്കൾ ദുആ ചെയ്താലും അള്ളാഹു എനിക്ക് 2 ഇരട്ടി 3 ഇരട്ടി ശമ്പളം നൽകുകയും അങ്ങനെ എനിക്ക് താങ്കളെ സേവിക്കാനും സാധിക്കട്ടെ. ഒരു ഭാഗത്ത് പിതാവിന്റെ പരാതിയാണ്, എനിക്ക് സേവനമൊന്നും ചെയ്യുന്നില്ല, ഞാൻ പഠിപ്പിച്ചു. ഭാര്യയുടെ പരാതിയാണ്, ഒന്നും തന്നെ കൊണ്ടുവരുന്നില്ല, എനിക്ക് എൻ്റെ ആഭരണങ്ങൾ വിൽക്കേണ്ടതായി വന്നിരിക്കുന്നു. എന്നാൽ ഇവിടെ താങ്കളുടെ അടുത്ത് നടക്കുന്ന നന്മകൾ കാണുമ്പോൾ, ത്യാഗങ്ങൾ കാണുമ്പോൾ ആളുകൾ വരുന്നു,
ആയിരക്കണക്കിന് രൂപ നൽകുന്നു. അതുകൊണ്ട് അള്ളാഹു എനിക്കും തൗഫീക്ക് നൽകുന്നതിനായി ദുആ ചെയ്താലും. ഈ കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വളരെ നല്ലത്, നാം ദുആ ചെയ്യാം, നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുക. പറയുന്നു, ആ സമയത്ത് എൻ്റെ ശമ്പളം 55 രൂപയായിരുന്നു. പിന്നീട് ലാഹോറിൽ എത്തിയതിനു ശേഷം ദുആ ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടൊരു കാർഡ് എഴുതി. അതിനിടയ്ക്ക് എനിക്ക് യുഗാണ്ട റെയിൽവേയിൽ നിന്ന് 120 രൂപ ശമ്പളവും 45 രൂപ അലവൻസും സഹായവുമായി ലഭിച്ചു. എനിക്ക് ആദ്യമായി ശമ്പളം ലഭിച്ചപ്പോൾ ഞാൻ ഉടൻ തന്നെ ഹുസൂറിൻ്റെ സമക്ഷത്തിൽ കാണിക്കയായി വെച്ചു. അത് എൻ്റെ ഹൃദയത്തിലുള്ളതായിരുന്നു, ചന്തയായി ജമാഅത്തിന് ചിലവഴിക്കുന്നതിനായി. അതിനുശേഷം ഞാൻ ആഫ്രിക്കയിൽ പോയി. ഞാൻ അവിടെ ഉണ്ടായിരുന്നിടത്തോളം 3 ഇരട്ടി ശമ്പളം എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. ഇത് അവിടുത്തെ ദുആ സ്വീകാര്യതയുടെ ഒരു മോജിസത്താണ്. മറ്റൊരു സഹാബി ഹസ്രത്ത് മുൻഷി ജഫർ അലി സാഹിബ്, അദ്ദേഹം മൗലവി മിയാ മുഹമ്മദ് അഹമ്മദ് സാഹിബിലൂടെ വിവരിക്കുന്നു, ചൗധരി റുസ്തം അലി സാഹിബ് മർഹൂം ഇൻസ്പെക്ടർ റെയിൽവേ ആയിരുന്നു. 150 രൂപ അദ്ദേഹത്തിന് മാസശമ്പളം ലഭിക്കാറുണ്ടായിരുന്നു. വളരെ മുഖ്ലിസായ, നമ്മുടെ ജമാഅത്തിലെ സ്മരിക്കാൻ യോഗ്യനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം തൻ്റെ വീട്ടിലെ ചിലവിനായി 20 രൂപ തൻ്റെ പക്കൽ വെച്ച് ഓരോ മാസവും ബാക്കി മുഴുവൻ ശമ്പളവും ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കാറുണ്ടായിരുന്നു. എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ രീതി ഇതായിരുന്നു. പിന്നീട് നോക്കുക, ദീനീ സേവനത്തിനായി ത്യാഗം ചെയ്യുന്നതിനായി ദരിദ്രരുടെ ഹൃദയത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കിയെടുത്ത ആവേശം പ്രകാരമായിരുന്നു. അവരും വ്യാകുലപ്പെടാറുണ്ടായിരുന്നു. അവർക്ക് യാതൊരുവിധ വരുമാനവും ഉണ്ടായിരുന്നില്ല, ദരിദ്രരായിരുന്നു, വലിയ കുടുംബമായിരുന്നു, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, ചിലവ് പൂർത്തിയാകുമായിരുന്നില്ല. അവർ എങ്ങനെയാണ് ത്യാഗം ചെയ്യാറുണ്ടായിരുന്നത്? ഹദ്റത്ത് ഖാസി ഖമറുദ്ദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു സായിൻ ദിവാൻ ഷാ സാഹിബിനെ കുറിച്ച് പറയുന്നു. സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് എഴുതുന്നു, ഞാനും സായിൻ സാഹിബിനോട് ചോദിക്കാറുണ്ടായിരുന്നു, താങ്കൾ കാദിയാൻ ഷെരീഫിൽ പോകുന്നത് എന്തെങ്കിലും പ്രത്യേക ജോലിക്കാണോ? അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലൂടെയായിരുന്നു സായിൻ സാഹിബ് പോയിരുന്നത്. രാത്രി അവിടെ കഴിച്ചുകൂട്ടാറുണ്ടായിരുന്നു. സായിൻ ദിവാൻ ഷാ സാഹിബ് നാരോവാളിൽ താമസിക്കുന്ന ആളായിരുന്നു. അതിലൂടെയാണ് കടന്നുപോയിരുന്നത്. കാൽനടയായാണ് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. നാരോവാളിൽ നിന്ന് യാത്ര തുടങ്ങി കാദിയാനിൽ വരാറുണ്ടായിരുന്നു. ഇത് ഒരുപാട് മൈൽ ദൂരമുണ്ട്, ഏറ്റവും ചുരുങ്ങിയത് 100 മൈൽ, ഒരുപക്ഷെ അതിലും കൂടുതൽ ഉണ്ടാവാം. പറയുന്നു, കാദിയാനിൽ പോകുന്നത് എന്തെങ്കിലും പ്രത്യേക ജോലിക്കായാണോ അതോ മുലാഖാത്തിനുള്ള അഭിനിവേശം കൊണ്ടാണോ? പറയുന്നു, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, സായിൻ ദീവാൻ ഷാ സാഹിബ് പറയുമായിരുന്നു, ഞാൻ ദരിദ്രനാണ്, ചന്ത നൽകാൻ സാധ്യമല്ല. ഞാൻ പോകുന്നത് അതിഥി മന്ദിരത്തിലെ കട്ടിലുകൾ മെടയുകയും അത് മുഖേന എൻ്റെ തലയിലുള്ള ചന്തയുടെ ഭാരം ഇല്ലാതായി തീരുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. ലങ്കർഖാനയിലുള്ള കട്ടിലുകൾ മെടഞ്ഞ് അതിന് കൂലി കൊടുക്കുന്നതിന് പകരമായി ഞാൻ ആ ജോലി ചെയ്യുന്നു. ഇതായിരുന്നു അവരുടെ ത്യാഗത്തിന്റെ നിലവാരം. 1-2 ഉദാഹരണങ്ങൾ ഞാൻ നൽകി. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹവാസത്തിൽ നിന്ന് അനുഗ്രഹം നേടിയവരുടെ നിലവാരം. റിവായത്തുകളിൽ ഇത്തരത്തിലുള്ള അനേകം ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ ഞാൻ സമയപരിമിതി നിമിത്തം ഏതാനും ചിലതാണ് കേൾപ്പിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ ഹംദ് കൊണ്ട് നിറഞ്ഞു കവിയേണ്ടതാണ്. മുമ്പത്തേക്കാൾ ഉപരിയായി നാം അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ കുമ്പിട്ടുകൊണ്ടിരിക്കുന്നവരായി തീരേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഹദ്റത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പതാക ലോകത്ത് പറത്തുന്നതിനായി അള്ളാഹു ഏതൊരു ജമാഅത്തിനെയാണോ സ്ഥാപിച്ചിരിക്കുന്നത് അവരിൽ ത്യാഗത്തിന്റെ ഉന്നത നിലവാരം, തങ്ങളുടെ പ്രിയപ്പെട്ട വസ്തുക്കൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിന്റെ നിലവാരം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കളുടെ ജീവിതത്തോടു കൂടി അവസാനിച്ചില്ല. ഏറ്റവും കൂടുതലായി 1-2 തലമുറകളിൽ മാത്രമല്ല ഇത് നിലനിന്നത്, മറിച്ച് 100 വർഷത്തിൽ അധികം കാലം കഴിഞ്ഞിട്ടും ഈ ത്യാഗത്തിനുള്ള ആവേശവും ഉന്മേഷവും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിലനിൽക്കുന്നു. അതിൽ കൂടുതലായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് പുതുതായി വരുന്ന അഹമ്മദികൾ തങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ
ഒരു മത്സരമാണ് എന്ന് തോന്നുന്ന വിധത്തിൽ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നു. अपने माल खर्च करती हैं, ഇന്ന് ലോകം ख्वाहिश रखती है। ഭൗതിക സുഖസൗകര്യങ്ങൾക്കായി തങ്ങളുടെ സമ്പത്ത് ചിലവഴിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനാഗ്രഹിക്കുമ്പോൾ അഹമ്മദികൾ അതിന് രണ്ടാം സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് ദീനിനു വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. अहमदियों की ये कुर्बानियाँ जो हैं, मैं समझता हूँ यही है। ലോകത്തിന്റെ കണ്ണുകൾ തുറക്കുന്നതിനായി അഹമ്മദികളുടെ ഈ ത്യാഗങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ഹദ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിന് മതിയായ തെളിവാണ്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക എല്ലായിടങ്ങളിലും ത്യാഗങ്ങളുടെ ഈ ദൃശ്യം കാണാൻ സാധിക്കുന്നതാണ്. ത്യാഗം ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കുന്നതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശം മനസ്സിലാക്കാനും അതനുസരിച്ച് പൂർണ്ണമായും പ്രവർത്തിക്കുന്നതിനും ഇവർ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുന്നു. അതുകൊണ്ട് ഏതുവരെ നാം ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകിക്കൊണ്ട് ഈ പരിശ്രമം തുടരുന്നുവോ അതുവരെ ഒരു ശത്രുവിനും നമ്മുടെ രോമത്തിൽ പോലും തൊടാൻ സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് ഈമാനിക വർധനവിനായി ഈ കാലഘട്ടത്തിലെ ത്യാഗങ്ങളുടെ ഏതാനും സംഭവങ്ങൾ കേൾപ്പിക്കാം. ആദ്യത്തേത് ഞാൻ ഇന്ത്യയിലെ നാസിം മാൽ വഖഫെ ജദീദിന്റെ റിപ്പോർട്ടിൽ നിന്നെടുത്തതാണ്. പറയുന്നു, വിനീതൻ ഇൻസ്പെക്ടർ വഖഫെ ജദീദിന്റെ കൂടെ കേരളത്തിലെ കരുളായി ജമാഅത്തിൽ വഖഫെ ജദീദിന്റെ ബജറ്റ് തയ്യാറാക്കുന്നതിനായി പോയി. അവിടെ എത്തിയപ്പോൾ ഒരു മുഖ്ലിസായ സഹോദരനെ കാണാൻ സാധിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ പുതുതായി ഒരു ഫർണിച്ചറിന്റെ കച്ചവടം തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ പുതിയ വർഷത്തെ വഖഫെ ജദീദിലേക്കായി വാഗ്ദാനം 4 ലക്ഷം രൂപ എഴുതിയാലും അതുകൂടാതെ ഈ ബിസിനസ്സിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് മറ്റു ചന്തകൾ കൂടാതെ 10% വഖഫെ ജദീദ് ചന്തയായി നൽകുന്നതായിരിക്കും. അങ്ങനെ അള്ളാഹു അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ പുതിയ ബിസിനസ് നല്ല നിലയിൽ ഓടാൻ തുടങ്ങി. അദ്ദേഹം തൻ്റെ ഭാര്യയോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, ദിവസേനയുള്ള വരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചന്തയുടെ കണക്ക് മാറ്റിവെക്കണം. മുഴുവൻ വർഷത്തെയും കണക്ക് നോക്കിയപ്പോൾ വഖഫെ ജദീദിന്റെ ചന്ത 5.5 ലക്ഷം രൂപയായിരുന്നു. അത് അദ്ദേഹം നൽകി. പറയുന്നു, അടുത്ത വർഷം ഞാൻ 10% പകരം ലാഭത്തിന്റെ 25% ചന്തയായി നൽകുന്നതായിരിക്കും. ഇന്ത്യയിൽ നിന്ന് തന്നെ വഖഫെ ജദീദിന്റെ ഇൻസ്പെക്ടർ സാഹിബ് വിവരിക്കുന്നു, 2011 മാർച്ചിൽ വിനീതൻ ജമാഅത്തെ അഹമ്മദിയ ബഥാരിയിൽ വഖഫെ ജദീദിന്റെ ബജറ്റ് ഉണ്ടാക്കുന്നതിനായി എത്തിയപ്പോൾ ഞാൻ ഒരു വനിതയോട് പറഞ്ഞപ്പോൾ അഹമ്മദികളും മുസ്ലിങ്ങളുമായിട്ടുള്ള വനിതകളുടെ ജീവത്യാഗങ്ങളെക്കുറിച്ചും ധനത്യാഗങ്ങളെക്കുറിച്ചുമുള്ള സംഭവങ്ങൾ കേൾപ്പിച്ചപ്പോൾ അവർ തൻ്റെ 1 മാസത്തെ ശമ്പളത്തോളം വരുന്ന തുക വാഗ്ദാനം എഴുതിക്കുകയുണ്ടായി. ഒരു സാധാരണ ടീച്ചറായിരുന്നു അവർ. അത്ര വലിയ വരുമാനമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല നിലയിൽ ചിലവുകൾ കഴിഞ്ഞു പോകുന്നതിനായി 5000 രൂപയായിരുന്നു അവരുടെ ശമ്പളം. അതവർ എഴുതിച്ചു. പറയുന്നു, പിന്നീട് ഞാൻ മറ്റൊരു സ്ഥലത്ത് ചെന്നു. അവിടെയാണ് ആ വനിതയുടെ പിതാവ് താമസിച്ചിരുന്നത്. അദ്ദേഹം ജമാഅത്തിന്റെ സദർ കൂടിയായിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ മകൾ വലിയ ത്യാഗം ചെയ്തിരിക്കുന്നു. അത് കേട്ട് അദ്ദേഹം സന്തോഷം കൊണ്ട് കരയാൻ തുടങ്ങി. അദ്ദേഹം തൻ്റെ മൂത്ത മകളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ സഹോദരി ഇത്രമാത്രം ത്യാഗം ചെയ്തിരിക്കുന്നു, നീ അവളേക്കാൾ വലിയവളാണ്, നീ എന്താണ് പറയുന്നത്? അവൾ ഉടൻ തന്നെ ആ വാഗ്ദാനത്തിൽ 1000 രൂപ വർദ്ധിപ്പിച്ച് തൻ്റെ വാഗ്ദാനം എഴുതിച്ചു. ഞാൻ മൂത്തതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ നൽകും. ഇനി നോക്കൂ, ഏതാനും വർഷം മുമ്പ് അഹമ്മദിയത്തിൽ പ്രവേശിച്ചവരുടെ ആത്മാർത്ഥതയുടെയും ത്യാഗത്തിന്റെയും അവസ്ഥ എന്താണ്? മാലിയിലെ അമീർ സാഹിബ് പറയുന്നു, നമ്മുടെ ജമാഅത്തിലെ ഒരു സഹോദരൻ യൂണിയൻ കൗൺസിലിൽ ജോലി ചെയ്യുന്നു. തറാവറെ സാഹിബ്, അദ്ദേഹം ചന്തയിൽ കൃത്യനിഷ്ഠ പുലർത്തുന്ന വ്യക്തിയാണ്, ധനത്യാഗത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ജനസംഖ്യാ കണക്കെടുപ്പിനായി 32 അംഗങ്ങളുള്ള ഒരു ടീം തയ്യാറാക്കുകയുണ്ടായി. പറയപ്പെട്ടു, 1 മാസം തുടർച്ചയായി ജോലി ചെയ്യണം, 1 ദിവസം പോലും അവധിയെടുക്കാൻ പാടില്ല. ഇതിന് പ്രതിഫലമായി 1 ലക്ഷം ഫ്രാങ്സിഫ ആ ടീമിലെ എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. പറയുന്നു, അങ്ങനെ ഞങ്ങൾ കരാർ ചെയ്തു. എന്നാൽ ജോലി അവസാനിക്കാൻ 6 ദിവസം ബാക്കിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ റീജനിലെ ഥാന റീജനിലെ ഇജ്തിമാ വന്നു, ജലസ വന്നു. പറയുന്നു, ആദ്യം വിചാരിച്ചു ജമാഅത്തിനോട് ഖേദം പ്രകടിപ്പിക്കാം,
ജലസയിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിന്നീട് എൻ്റെ ഹൃദയം തീരുമാനിച്ചു, ഞാൻ എന്തു തന്നെ ആയാലും ജമാഅത്തിന്റെ പ്രവൃത്തിക്ക് പ്രാമുഖ്യം നൽകണം. ഞാൻ ഇത് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ജോലിയാണ് ഒന്നാമതായിട്ടുള്ളത്. 1,00,000 ലഭിച്ചില്ല എങ്കിൽ വേണ്ട. അങ്ങനെ ഞാൻ ജോലി ഉപേക്ഷിച്ച് ജലസയിൽ പോകാനുള്ള പ്രോഗ്രാം തയ്യാറാക്കി. എൻ്റെ കൂട്ടുകാർ എന്നെ പഴി പറയാൻ തുടങ്ങി. എന്തിനാണ് പണം പാഴാക്കി പോകുന്നത്? പറയുന്നു, ഞാൻ ജലസയിൽ നിന്ന് വിരമിച്ച് ഒരാഴ്ചക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ ആ പ്രദേശത്തെ മേയർ പറഞ്ഞു, നിങ്ങൾ കരാർ ലംഘിച്ചുകൊണ്ടാണ് പോയത്. എന്നാൽ എൻ്റെ ഹൃദയം ഇപ്രകാരം ചിന്തിച്ചു, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ് പോയത്. അതുകൊണ്ട് ഞാൻ താങ്കൾക്കായി 1,00,000 സിഫ മാറ്റിവെച്ചിട്ടുണ്ട്. അത് എന്നിൽ നിന്ന് വാങ്ങിയാലും. പറയുന്നു, ഇതിനുശേഷം ഡെപ്യൂട്ടി മേയർ വിളിപ്പിച്ചു. അദ്ദേഹമായിരുന്നു ജോലിയുടെ മേൽനോട്ടക്കാരൻ. അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു, നിങ്ങൾ പോയിരുന്നു, എന്നിരുന്നാലും എൻ്റെ ഹൃദയത്തിൽ എന്തുകൊണ്ടാണെന്നറിയില്ല താങ്കൾക്കും നൽകണമെന്ന് തോന്നി. അങ്ങനെ അദ്ദേഹത്തിനായി വച്ചിരുന്ന 1,00,000 സിഫ നൽകി. പിന്നീട് അക്കൗണ്ട്സിന്റെ ഇൻചാർജ് തൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹത്തിന് 1,00,000 സിഫ നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ നിർബന്ധിതാവസ്ഥയിലായിരുന്നു, അതുകൊണ്ട് താങ്കൾക്കായി ഞാൻ 1,00,000 സിഫ വച്ചിരിക്കുന്നു, അതുകൊണ്ട് വാങ്ങിയാലും. എന്നാൽ ഇതാരോടും പറയരുത്. 3 പേരും ഇത് തന്നെയാണ് പറഞ്ഞത്, മറ്റാരോടും പറയരുത്. ഞാൻ എൻ്റെ മറ്റു സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ ഓരോരുത്തരുടെയും പണത്തിൽ വിവിധ കാരണം കൊണ്ട് കുറവുണ്ടായിരുന്നു. ഒരാൾക്ക് പോലും മുഴുവൻ 1,00,000 ഫ്രാങ്ക് സിഫ ലഭിച്ചിരുന്നില്ല. എന്നാൽ എനിക്ക് 3,00,000 ഫ്രാങ്ക് സിഫ ലഭിച്ചിരുന്നു. ഇത് കേവലം ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകിയതിന്റെ ഫലം കൊണ്ട് മാത്രമായിരുന്നു. അങ്ങനെ അദ്ദേഹം 20,000 ഫ്രാങ്ക് സിഫ ചന്തയും അതിൽ നിന്ന് നൽകുകയുണ്ടായി. മറ്റൊരു ഉദാഹരണം, ഗാംബിയയിൽ നിന്ന് അമീർ സാഹിബ് എഴുതുന്നു, ഒരു ദിവസം ഒരു സുഹൃത്ത് ഉത്തു ത്രാവുല്ല സാഹിബ് ഓഫീസിൽ വന്നുകൊണ്ട് പറഞ്ഞു, അദ്ദേഹം 1000 ഡലാസി ചന്ത നൽകാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് ജനങ്ങളിൽ കടം ബാക്കി വെക്കാൻ സാധിക്കും, എന്നാൽ അള്ളാഹുൽ കടം ബാക്കി വെക്കാൻ സാധ്യമല്ല. ഈ വ്യക്തി ദരിദ്രനും ആവശ്യക്കാരനുമാണ്. തൻ്റെ കുടുംബത്തെ വളരെ ബുദ്ധിമുട്ടിയാണ് നോക്കിയിരുന്നത്. എന്നാൽ ധനത്യാഗത്തിൽ എല്ലായ്പ്പോഴും നിസാമിനെ അനുസരിക്കുമായിരുന്നു. എന്തെങ്കിലും കുറച്ച് നൽകാൻ എപ്പോഴും തയ്യാറാകുമായിരുന്നു. അദ്ദേഹം കുറച്ചു കാലത്തിന് ശേഷം പറയുന്നു, ഞാൻ 1000 ഡലാസി ചന്തയായി നൽകിയതിനു ശേഷം അതിന് കുറച്ചു കാലത്തിന് ശേഷം എവിടെ നിന്നോ അതിനേക്കാൾ കൂടുതൽ പണം ലഭിച്ചു. അദ്ദേഹം പറയുന്നു, എൻ്റെ വിശ്വാസമാണ്, എപ്പോഴെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്തിട്ടുണ്ടോ അപ്പോഴെല്ലാം അള്ളാഹു അതനുസരിച്ച് അല്ല അതിൽ കൂടുതലായി അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഇതാണ് സ്വയേച്ഛയേക്കാൾ അള്ളാഹുവിനെ മുന്തിക്കുക എന്നത്. ഇനി സിറാലിയൂണിലെ സംഭവമാണ്. ഇത് ഞാൻ ഏതാനും സംഭവങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്നെടുത്തതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. മുക്കാനയിലെ മുബല്ലിഗ് സിൽസില എഴുതുന്നു, കുമാര സാഹിബ് ഒരു മുഖ്ലിസായ അഹമ്മദിയാണ്. സാമ്പത്തികമായി ബലഹീനനാണ്. തെഹ്രീക്കെ ജദീദിന്റെ ചന്ത വസൂലാക്കാനായി ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ പോയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു, അദ്ദേഹത്തിന്റെ ചന്ത അല്പം കുടിശ്ശികയുണ്ട്. വർഷം അവസാനിക്കുകയായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അവസ്ഥ നമുക്കൊരു സ്ഥലത്തിരുന്ന് കൊണ്ട് ഊഹിക്കാൻ സാധ്യമല്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പക്കൽ കേവലം 20 കപ്പ് അരി വാങ്ങാനുള്ള പണം മാത്രമാണുള്ളത്. നാളെ വൈകുന്നേരം വരെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിനായി ആകെയുള്ള പണം ഒരു ദിവസത്തിനുള്ള ഭക്ഷണത്തിനുള്ള പണം മാത്രമാണ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എവിടെ നിന്നെങ്കിലും പണം ലഭിക്കുമെന്ന പ്രതീക്ഷയുമില്ല. എന്നാൽ ഞാൻ ഈ പണം കുടിശ്ശിക തീർക്കുന്നതിനായി നൽകുകയാണ്. ഒന്നും തന്നെ വകവെച്ചില്ല. ഞാൻ ഭാര്യാമക്കളോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സ്വയം ഭക്ഷണത്തിനുള്ള സംവിധാനം ഒരുക്കും. പറയുന്നു, അതേ രാത്രി അദ്ദേഹത്തിന്റെ ഒരു സഹോദരി മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് ഒരു ചാക്കാരി സമ്മാനമായി അയച്ചു കൊടുത്തു. അള്ളാഹു ഈ വിധത്തിൽ സംവിധാനമൊരുക്കി. ഐവറി കോസ്റ്റിലെ മുബല്ലിഗ് വിവരിക്കുന്നു, ഒരു നവ അഹമ്മദി യുവാവ് ഹാരൂൻ സാഹിബ് സാന്ദ്ര പട്ടണത്തിൽ മുട്ടക്കച്ചവടം നടത്തുന്ന ആളാണ്. പ്രാദേശിക മുഅല്ലിം അദ്ദേഹത്തോട് തർബിയത്തി സെന്ററിൽ പോയി തർബിയത്ത് നേടുന്നതിനായി പ്രേരിപ്പിച്ചപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ തയ്യാറാവുകയും തൻ്റെ ഒരു സുഹൃത്തിന്റെ കൂടെ അഡംബോവിലുള്ള തർബിയത്തി സെന്ററിൽ എത്തിച്ചേരുകയും 3 മാസത്തെ കോഴ്സ് പൂർത്തിയാക്കുകയും അങ്ങനെ അഹമ്മദിയത്തിനെ കുറിച്ചുള്ള തൻ്റെ അറിവ് വിശാലമാക്കി. അള്ളാഹുവിന്റെ ജോലിക്കായി പോവുകയാണ്. അതുകൊണ്ട് കച്ചവടം അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് തൻ്റെ ഒരു ചെറിയ സഹോദരനെ ഏൽപ്പിച്ചു. ഈ പ്രതീക്ഷയിലായിരുന്നു.
ഈ ഒരു ദൃഢവിശ്വാസമാണ് ഉണ്ടായിരുന്നത്, അള്ളാഹു നശിപ്പിക്കുകയില്ല. 3 മാസത്തെ കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം തിരിച്ചു വന്നപ്പോൾ പറയുന്നു, എൻ്റെ അത്ഭുതത്തിന് പരിധിയില്ലാതായി തീർന്നു. ഒരു അസാധാരണമായ ലാഭം ഈ കാലത്ത് ലഭിച്ചു. അത് അദ്ദേഹം ഉണ്ടായിരിക്കെ പോലും ലഭിക്കുമായിരുന്നില്ല. പിന്നീട് അദ്ദേഹം തൻ്റെ ചന്ത 500-ൽ നിന്ന് വർദ്ധിപ്പിച്ച് 1000 ഫ്രാങ്ക് ആക്കി. പിന്നീട് അള്ളാഹു അതിൽ കൂടുതൽ അനുഗ്രഹം ചൊരിഞ്ഞു. അപ്പോൾ അദ്ദേഹം ചന്ത കൂടുതൽ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇദ്ദേഹത്തിൻ്റെ ചന്ത 4000 ഫ്രാങ്ക് ഓരോ മാസവും നൽകുന്നുണ്ട്. തെഹ്രീക്കെ ജദീദ്, വഖഫെ ജദീദ് ചന്തകളിൽ സ്വയം പങ്കാളിയാവുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് തൻ്റെ വഫാത്തായ മാതാപിതാക്കളെയും പങ്കാളിയാക്കിയിരിക്കുന്നു. അവർ അഹമ്മദികളായിരുന്നില്ല എന്നാണ് തോന്നുന്നത്, അവരെയും പങ്കാളികളാക്കിയിരിക്കുന്നു. അതെ, നവാഹ്മദിയാണ്, മാതാപിതാക്കൾ അഹമ്മദികളായിരുന്നില്ല, അവരുടെ ഭാഗത്തു നിന്നും നൽകുന്നു. അമീർ സാഹിബ് ബൊക്കിനോ ഫാസോ വിവരിക്കുന്നു, തോബ പട്ടണത്തിലെ ഒരു ഹസൻ നുമാൻ സാഹിബ് പറയുന്നു, ഞാൻ ഖുത്ബയിൽ വഖഫെ ജദീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേട്ടതിന് ശേഷം എനിക്ക് മുഴുവൻ രാത്രിയും ഉറങ്ങാൻ സാധിച്ചില്ല. ജമാഅത്ത് ഇത്ര വലിയ വലിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നാം അതിൽ പൂർണ്ണമായും ഭാഗവാക്കാകുന്നില്ല. അതിനടുത്ത ദിവസം 4500 ഫാങ്സിഫ ചന്ത വഖഫെ ജദീദ് നൽകി. എന്നാൽ അടുത്ത രാത്രിയും വളരെ അസ്വസ്ഥനാണ് കഴിച്ചുകൂട്ടിയത്. പിന്നീട് അടുത്ത ദിവസം വീണ്ടും മിഷൻ ഹൗസിൽ വന്നു, വീണ്ടും 4500 ഫ്രാങ്ക് സിഫ നൽകി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് സമാധാനമായിരിക്കുന്നു. സ്വിറ്റ്സർലൻഡിലെ മുബല്ലിഗ് ഇൻചാർജ് എഴുതുന്നു, നമ്മുടെ ഒരു ആഫ്രിക്കൻ അഹമ്മദി സഹോദരൻ, അദ്ദേഹം നൈജീരിയക്കാരനാണ്, ഇദ്രീസ് സാഹിബ്. അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ഓഫീസിൽ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ വന്നപ്പോൾ ഒറ്റയടിക്ക് 9000 ഫ്രാങ്ക് പള്ളിയിലേക്ക് അയച്ചു തന്നു. കൂടെ തന്നെ ഫോൺ നമ്പറും എഴുതിയിരുന്നു. പറയുന്നു, ഇത് പുതിയ പേരായതിനാൽ ഒരുപാട് അത്ഭുതം തോന്നി. ഇത് ആരാണെന്ന് അറിയുന്നതിനായി ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ താങ്കൾ ഇത്ര വലിയ സംഖ്യ ബാങ്കിൽ അടച്ചിരിക്കുന്നു, ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് 3 മാസമായി സ്വിറ്റ്സർലൻഡിൽ, അതുകൊണ്ട് എൻ്റെ ചന്ത അയച്ചതാണ്. അപ്പോൾ മുബല്ലിഗ് പറഞ്ഞു, 3 മാസത്തെ ചന്ത ഇത്രത്തോളം ഉണ്ടാവുകയില്ല. അദ്ദേഹം പറഞ്ഞു, 6 മാസം ഞാൻ മറ്റൊരു രാജ്യത്തായിരുന്നു, അവിടെ ജമാഅത്ത് ഉണ്ടായിരുന്നില്ല, ആ ചന്തയും എന്നിൽ കുടിശ്ശിക ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ മുഴുവൻ തുകയും അയച്ചു തന്നിരിക്കുന്നത്, അതായത് 9000 ഫ്രാങ്ക്. ഇതാണ് ഈ ആളുകളുടെ ഈമാന്റെ നിലവാരം. ജനങ്ങൾക്ക് അറിയുമായിരുന്നില്ല, എന്നാൽ അള്ളാഹുവിന് അറിയും. അതുകൊണ്ട് അള്ളാഹുമായി ഇവർ കണക്കെപ്പോഴും ശരിയാക്കി വെക്കുന്നു. മറ്റൊരു അഹമ്മദി സുഹൃത്ത് പാകിസ്ഥാനി, അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം ചന്തയായി 5000 ആസ്ട്രോ വാഗ്ദാനമായി എഴുതിച്ചു. കമ്പനിയിൽ നിന്ന് 5000 ബോണസായി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കൂടെ തന്നെ അദ്ദേഹം ചിന്തിച്ചിരുന്നു, ലഭിക്കുന്ന ബോണസിൽ നിന്ന് അല്പം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം. പിന്നീട് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞപ്പോൾ ചന്തയും ഇത്രത്തോളം എഴുതിയിട്ടുണ്ട്, അത് നൽകേണ്ട സമയം അടുത്തു തന്നെയാണ്. അങ്ങനെ അദ്ദേഹം അതെല്ലാം ചന്തയായി നൽകുകയുണ്ടായി. തൻ്റെ ആവശ്യം അതിനെ പിന്നോട്ട് വലിച്ചെറിഞ്ഞു. പിന്നീട് അദ്ദേഹം പറയുന്നു, അള്ളാഹു എന്നിൽ അത്രമാത്രം അനുഗ്രഹം ചൊരിഞ്ഞു, ഞാൻ അവർക്ക് 5000-ന് പകരം 10000-ആയി 2 ഇരട്ടിയായി ചന്ത നൽകി. അങ്ങനെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യവും പൂർത്തിയായി, വഖഫെ ജദീദിന്റെ വാഗ്ദാനവും പൂർത്തിയായി. ഇതുപോലെ തന്നെ നമ്മുടെ മുബല്ലിഗെ സിൽസില ബെനിൻ എഴുതുന്നു, നമ്മുടെ ജമാഅത്തിലെ ഒരു മുഅല്ലിം ചന്ത വാങ്ങുന്നതിനായി ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ തെഹ്രീക്കെ ജദീദിന്റെ അബ്ദുൽ ലത്തീഫ് സാഹിബ് 3100 ഫ്രാങ്ക് സിഫ ചന്തയായി നൽകുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു കൂടുതൽ വരുമാനം നൽകുകയാണെങ്കിൽ കൂടുതൽ ചന്ത നൽകുന്നതായിരിക്കും, ദുആ ചെയ്താലും. അള്ളാഹു ഇപ്രകാരം പ്രവർത്തിച്ചു. അതേ ആഴ്ച തന്നെ അബ്ദുൽ ലത്തീഫ് സാഹിബ് മുഅല്ലിം സാഹിബിനെ വിളിപ്പിച്ചു, കൂടുതലായി 7000 ഫ്രാങ്ക് സിഫ ചന്തയായി നൽകി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 3100 ഫ്രാങ്ക് സിഫ ചന്തയായി നൽകിയ ദിവസം ഒരു രോഗി വന്നു. അദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ട് അദ്ദേഹം എനിക്ക് 34,000 രൂപ ആദ്യം നൽകി. എന്നിട്ട് എനിക്ക് തിരിച്ചു പോകാൻ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 3000 രൂപ തിരിച്ചു വാങ്ങി. അങ്ങനെ എനിക്ക് 31,000 രൂപ നൽകി. ഉടൻ തന്നെ എൻ്റെ ഹൃദയം സാക്ഷീകരിച്ചു, അള്ളാഹു എനിക്ക് യഥാർത്ഥത്തിൽ
10 ഇരട്ടിയായി തന്നിരിക്കുന്നു. 3100 പകരം 31,000. അതുകൊണ്ട് ഞാൻ ഈ ചന്ത വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് 7,000 നൽകുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈബീരിയയിലെ മുബല്ലി സാഹിബ് എഴുതുന്നു, ഒരു സ്ഥലത്ത് പര്യടനത്തിനായി പോയപ്പോൾ 8 വയസ്സുള്ള ഒരു തിഫിൽ അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ ജോലികളെല്ലാം ചെയ്തു. വെള്ളം കൊണ്ടുവരിക, ബാഗ് എടുത്തു വെക്കുക മുതലായവ. വലിയ ആവേശത്തോടും ഉണർവോടും കൂടിയാണ് അവിടുത്തെ കുട്ടികൾ സേവനം ചെയ്തത്. അങ്ങനെ മുറബി സാഹിബ് സന്തോഷത്തോടെ $5 ലൈബീരിയൻ സമ്മാനമായി നൽകി. അത് വളരെ അധികം മൂല്യം കുറഞ്ഞതാണ് ഈ ലൈബീരിയൻ ഡോളർ. നമസ്കാരത്തിന് ശേഷം മുറബി സാഹിബ് ജമാഅത്ത് അംഗങ്ങളോട് തെഹ്രീക്കെ ജദീദ് ചന്തയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുട്ടികളും ഇതിൽ പങ്കാളികളാകുന്നതിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞപ്പോൾ ആ കുട്ടി എഴുന്നേൽക്കുകയും തന്റെ പിതാവിന്റെ ചെവിയിൽ പോയി പറഞ്ഞു, എനിക്കും ചന്ത നൽകണം, എൻ്റെ കയ്യിൽ പണമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിന്റെ പക്കൽ ഉണ്ടെങ്കിൽ കൊടുത്തുകൊള്ളുക. അപ്പോൾ ആ ചെറിയ കുട്ടി അവന് നൽകിയിരുന്ന $5 ചന്തയായി നൽകുകയുണ്ടായി. ആ കുട്ടിയുടെ പെരുമാറ്റം മറ്റു കുട്ടികളിലും സ്വാധീനം ചെലുത്തി. അവരും തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് പണം വാങ്ങി ഈ പദ്ധതിയിൽ പങ്കാളികളാകാൻ തുടങ്ങി. കിർഗിസ്ഥാനിലെ മുബല്ലിഗ് എഴുതുന്നു, ഒരു നവ അഹമ്മദി സുഹൃത്ത്, അദ്ദേഹം ഏകദേശം 3 വർഷം മുമ്പാണ് ബയ്യത്ത് ചെയ്തത്. ജമീൽ സാഹിബ് 2008 ശതവാർഷിക ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചപ്പോൾ കേന്ദ്ര നിർദ്ദേശപ്രകാരം പ്രാദേശികമായും കുറച്ച് തുക സ്വരൂപിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ശമ്പളം ആ സമയത്ത് $86 ആയിരുന്നു. ദരിദ്ര രാജ്യമാണ്. നമ്മുടെ മുബല്ലിഗ് ബിഷാരത്ത് അഹമ്മദ് സാഹിബ് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളും ജൂബിലി ജലസക്കായി വാഗ്ദാനം എഴുതിയാലും. അപ്പോൾ അദ്ദേഹം $40 വാഗ്ദാനമായി എഴുതിച്ചു. അദ്ദേഹത്തിന് ശമ്പളം ലഭിച്ചപ്പോൾ നേരെ മിഷൻ ഹൗസിൽ വരികയും ഇത് പറഞ്ഞുകൊണ്ട് തന്റെ വാഗ്ദാനം പൂർത്തിയാക്കി. വീട്ടിൽ പോയാൽ ചിലവായി പോകും. അങ്ങനെ $40 അവിടെ നൽകി കേവലം $22 തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ത്യാഗത്തെ വളരെയധികം പരിഗണിച്ചു. കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹത്തിന് മറ്റൊരു അധിക ജോലി ലഭിച്ചു. അവിടെ അദ്ദേഹത്തിന് $185 ശമ്പളം ലഭിക്കാൻ തുടങ്ങി. ഏകദേശം 3 മാസമായി ഒരു അന്യരാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളം $770 വസിയത്തും ചെയ്തിട്ടുണ്ട്. വസിയത്തിന് ശേഷം താങ്കൾക്ക് 16 പകരമായി 10 നൽകേണ്ടി വരുമെന്ന് മുറബി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ എന്നാണോ ബയ്യത്ത് ചെയ്തത് അന്നു മുതൽ ഞാൻ 10 നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നവ അഹമ്മദി വനിത കിർഗിസ്ഥാനിലെ ജംഗ്ജീത് സാഹിബ വളരെ മുഖലിസായ അഹമ്മദിയാണ്. അവർ ബയ്യത്ത് ചെയ്തിട്ട് 1 വർഷമായിരിക്കുന്നു. ഈ കാലയളവിൽ അവർ ചന്ത നൽകിയിരുന്നില്ല. അവരോട് ചന്തയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ പ്രാധാന്യം വ്യക്തമാക്കി കൊടുത്തപ്പോൾ നിർബന്ധ ചന്തകൾ ഏതാണെന്നും സ്വന്തം ഇഷ്ടപ്രകാരം ഏതെല്ലാം ചന്തകളാണ് നൽകേണ്ടതെന്നും പറഞ്ഞു കൊടുത്തപ്പോൾ പള്ളിയിൽ വെച്ചാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഉടൻ തന്നെ അവർ അടുത്ത ദിവസം സദർ സാഹിബിനോട് പറഞ്ഞു, ഞാൻ താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു. സദർ സാഹിബ് പറഞ്ഞു, ഞാനൊരു ജോലിക്കായി പോവുകയാണ്. എന്നാൽ അവർ പറഞ്ഞു, എനിക്ക് തീർച്ചയായും ഉടൻ തന്നെ നിങ്ങളെ കാണണം. അങ്ങനെ അവർ വന്നു. 15,000 കിർഗിസ് അദ്ദേഹത്തിന് ചന്തയായി നൽകി. സദർ സാഹിബ് പറഞ്ഞു, ഇത്ര വലിയ സംഖ്യ? അവർ പറഞ്ഞു, ഞാൻ പൂർണ്ണമായും കണക്ക് കൂട്ടി. ഇതാണ് എൻ്റെ 1 വർഷത്തെ വരുമാനത്തിൻ്റെ ചന്ത. അതുപോലെ തന്നെ മറ്റു പദ്ധതികളിലേക്കുള്ള ചന്തയുമുണ്ട് ഇതിൽ. അങ്ങനെ അവർ മുഴുവൻ വർഷത്തെയും ചന്ത നൽകി. ഇതാണ് നവ അഹമ്മദികളുടെ ആത്മാർത്ഥതയുടെയും കൂറിൻ്റെയും കഥകൾ. ഏതു വിധത്തിലാണ് അവരിൽ ത്യാഗങ്ങൾ ചെയ്യുന്നതിനുള്ള ആവേശമുണ്ടാകുന്നത്. ഈ ഏതാനും സംഭവങ്ങൾക്ക് ശേഷം ഞാൻ വഖഫെ ജദീദിന്റെ നവവർഷം വിളംബരം ചെയ്യുകയാണ്. കുറച്ച് കണക്കുകളും കേൾപ്പിക്കാം. ജനുവരി 1 മുതൽ വഖഫെ ജദീദിന്റെ വർഷം ആരംഭിക്കുകയാണ്. 54-ാമത്തെ വർഷം അവസാനിച്ചിരിക്കുന്നു. 55-ാമത്തെ വർഷം തുടങ്ങുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആകെയുള്ള ത്യാഗത്തിന്റെ കണക്ക് ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് റിപ്പോർട്ടുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും വരാറില്ല, അല്ലെങ്കിൽ വൈകി വരുന്നു. അതുകൊണ്ട് അത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കാറില്ല.
ആകെ കണക്ക് 40,93,000 പൗണ്ടിൽ കൂടുതലാണ് വസൂലായിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വർഷത്തെ വസൂലിയേക്കാൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 5,10,000 പൗണ്ട് കൂടുതലാണ്. പാകിസ്ഥാൻ മുമ്പത്തെ പോലെ തന്നെ 1-ാം സ്ഥാനത്താണ്. അവിടെ സാമൂഹികമായ അവസ്ഥ വളരെയധികം മോശമായിരുന്നിട്ട് കൂടി അവർ ത്യാഗത്തിൽ ഒരു കുറവും വരുത്തിയില്ല. അള്ളാഹു അവരുടെ സമ്പത്തിലും ജീവനിലും അളവറ്റ അനുഗ്രഹം ചൊരിയട്ടെ, തൻ്റെ സംരക്ഷണത്തിൽ വെക്കട്ടെ, എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും തൻ്റെ അഭയത്തിൽ വെക്കുമാറാകട്ടെ. അതിനുശേഷം അമേരിക്കയാണ്. അമേരിക്കക്ക് ശേഷം ബ്രിട്ടനാണ്. ആദ്യം വിചാരിച്ചത് ബ്രിട്ടൻ 2-ാം സ്ഥാനത്തായിരിക്കുമെന്നാണ്. എന്നാൽ അമേരിക്കക്കാർ എനിക്ക് അയച്ച അവരുടെ അവസാന റിപ്പോർട്ടിന് ശേഷം ബ്രിട്ടൻകാരെ അവർ അല്പം പിന്നിലാക്കി. വളരെ ചെറിയൊരു വ്യത്യാസമാണ്, ഏകദേശം 11,000 പൗണ്ടിന്റെ. ആദ്യം തയ്യാറാക്കിയ ലിസ്റ്റിൽ ബ്രിട്ടൻ 1-ാം സ്ഥാനത്തായിരുന്നു. പിന്നീട് അമേരിക്കയുടെ റിപ്പോർട്ട് അനുസരിച്ച് അവരെ 3-ാം സ്ഥാനത്ത് ആക്കേണ്ടതായി വന്നു. എന്നാൽ ബ്രിട്ടന്റെ വർധനവ് അതൊരു അസാധാരണമായ വർധനവാണ്, അത്ഭുതാവഹമാണ്. അള്ളാഹു ഈ ചന്ത നൽകുന്ന എല്ലാവരുടെയും സമ്പത്തിലും ജീവനിലും അളവറ്റ അനുഗ്രഹം ചൊരിയട്ടെ. ഇവിടെയും സാമൂഹിക അവസ്ഥ മോശമാണ്. മറ്റു ചിലവുകളുമുണ്ട്, ചന്തകളുമുണ്ട്. പള്ളികളുടെ നിർമ്മാണത്തിലേക്കും ശ്രദ്ധ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ഉണ്ടായിട്ടും തെഹ്രീക്കെ ജദീദിലും വഖഫെ ജദീദിലും UK ജമാഅത്ത് അസാധാരണമായ വർധന വരുത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഹത്താ തുൻഫിക്കു മിമ്മാ തുഹിബ്ബൂൻ എന്നത് അവരുടെ ആത്മാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. അള്ളാഹു മറ്റുള്ള എല്ലാ നന്മകളിലും ഇവിടുത്തെ ജമാഅത്തിനെ പുരോഗമിക്കുന്നവരാക്കി തീർക്കട്ടെ. അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ ജമാഅത്തുകളെയും UK-യിലെ ലജനകളും ഇതിൽ വളരെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. വളരെ വലിയ ഒരു എടുത്തുചാട്ടം നടത്തിയിട്ടുണ്ട്. തെഹ്രീക്കെ ജദീദിലും ഇപ്പോൾ വഖഫെ ജദീദിലും. അള്ളാഹു എല്ലാ സഹോദരികൾക്കും പെൺകുട്ടികൾക്കും പ്രതിഫലം നൽകട്ടെ. ബ്രിട്ടൻ 3-ാം സ്ഥാനത്താണ്. അതിനുശേഷം ജർമ്മനിയാണ്. 4-ാം സ്ഥാനത്ത് കാനഡയാണ്. പിന്നീട് ഇന്ത്യയാണ്. അതിനുശേഷം ഓസ്ട്രേലിയ, പിന്നെ ഇന്തോനേഷ്യ, ബെൽജിയം, സ്വിറ്റ്സർലൻഡ്. പ്രാദേശിക കറൻസിയുടെ അടിസ്ഥാനത്തിലുള്ള വർധനവ് അനുസരിച്ച് 1-ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. ഇവർ വളരെയധികം അസാധാരണമായ നിലയിലുള്ള വർധനവ് വരുത്തിയിരിക്കുന്നു, ഏകദേശം 36%. അതിനുശേഷം ബെൽജിയമാണ്. ഇത് ഒരു ചെറിയ രാജ്യവും ചെറിയ ജമാഅത്തും ആയിരുന്നിട്ട് കൂടി അവർ വലിയ ഒരു ജമ്പ് നടത്തിയിരിക്കുന്നു, ഏകദേശം 30% വർധനവ് വരുത്തിയിരിക്കുന്നു. പിന്നീട് ഓസ്ട്രേലിയയാണ്, പിന്നീട് ബ്രിട്ടനാണ്, അതിനുശേഷം ഇന്തോനേഷ്യയാണ്. വ്യക്തിഗത തലത്തിൽ ചന്ത നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക 1-ാം സ്ഥാനത്താണ്. അതിനുശേഷം സ്വിറ്റ്സർലൻഡ്, പിന്നീട് ബ്രിട്ടൻ, ബെൽജിയം, പിന്നീട് അയർലൻഡ്. അമേരിക്ക ഒരു പോയിന്റിൽ എത്തിയിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അവിടെ നിന്ന് ഇനി ഏതുവരെ കൂടുതൽ അംഗങ്ങളിൽ വർധനവ് വരുത്തുന്നില്ലയോ അതുവരെ വർധനവ് സാധ്യമല്ല. എന്നാൽ ബ്രിട്ടനിൽ ഇനിയും ഒഴിവ് ഒരുപാട് ബാക്കിയുണ്ട്. അവർക്ക് സ്ഥാനം ഉയർത്താൻ സാധിക്കും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വസൂലി അനുസരിച്ച് ആദ്യത്തെ 5 രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് ഗാനയാണ്, നൈജീരിയ 2-ാം സ്ഥാനത്ത്, പിന്നീട് മൗറീഷ്യസ്, പിന്നീട് ബൊർക്കിനോ ഫാസോ, പിന്നീട് യുഗാണ്ടയാണ്. വഖഫെ ജദീദിന്റെ ചന്ത നൽകുന്നവരിൽ ഈ വർഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 90,000 വ്യക്തികളുടെ വർധനവുണ്ടായിട്ടുണ്ട്. ഏകദേശം ഈ സംഖ്യ 6 ലക്ഷത്തിന് അടുത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഇനിയും ഒരുപാട് ഇടം ബാക്കിയുണ്ട്. ആഫ്രിക്കക്കാരോട് ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ കൂടുതൽ വർധനവ് വരുത്താൻ. വക്കാലത്തെ മാൽ ഇൻഷാ അല്ലാ അവർക്ക് അംഗസംഖ്യയിൽ വർധനവ് വരുത്തുന്നതിനുള്ള ടാർഗറ്റ് നൽകുന്നതായിരിക്കും. പുതുതായി വരുന്നവരെയും ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ ഭാഷയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ധനത്യാഗ സ്വഭാവം ആദ്യ ദിവസം മുതൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ആഫ്രിക്കയിലെ ജമാഅത്തുകൾ ഇതിനായി പരിശ്രമിക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ഇടം ബാക്കിയുണ്ട്. വളരെ നല്ല വർധനവ് ഉണ്ടാക്കാവുന്നതാണ്. വക്കാലത്തെ മാലിൽ നിന്നും അവർക്ക് വരുന്ന ടാർഗറ്റ് അംഗസംഖ്യയെ സംബന്ധിച്ചിട്ടുള്ളത് എത്ര തന്നെ ആയാലും അത് പൂർത്തിയാക്കാനായി പരിശ്രമിക്കുക. നിസ്സാര സംഖ്യയാണ് നൽകുന്നതെങ്കിൽ പോലും. അംഗസംഖ്യയുടെ കാര്യത്തിൽ ഈ വർഷം നൈജീരിയ, നൈജർ, സെറാലിയൂൺ, ബൊർക്കിനോ ഫാസോ, സെനഗൽ, ബെനിൻ, യുഗാണ്ട മുതലായവർ അധികം പരിശ്രമിച്ചിട്ടുണ്ട്. ഘാനയോട് ഞാൻ പറഞ്ഞിരുന്നു
വളരെ കുറച്ചേ പരിശ്രമിച്ചിട്ടുള്ളൂ. ഘാനക്കാർ തങ്ങളുടെ ശ്രമം വർദ്ധിപ്പിക്കേണ്ടതാണ്. പാകിസ്ഥാനിലെ പ്രായപൂർത്തിയായവരുടെ ആദ്യത്തെ 3 സ്ഥാനം കരസ്ഥമാക്കിയ ജമാഅത്തുകൾ: 1-ാം സ്ഥാനം ലാഹോർ, 2-ാം സ്ഥാനം റബുവ, 3-ാം സ്ഥാനം കറാച്ചി. ജില്ലകളിൽ ആദ്യത്തെ 10 സ്ഥാനം: ഒന്നാമത്തേത് സിയാൽകോട്ട്, പിന്നീട് റാവൽപിണ്ടി, പിന്നീട് ഇസ്ലാമാബാദ്, ഫൈസലാബാദ്, പിന്നീട് ഷേഖുപുര, പിന്നീട് സർഗോദ, ഗുജറാംവാല, പിന്നീട് ഉമർകോട്ട്, ഗുജറാത്ത് ബഹാവൽ നഗർ. അത്ഫാലുകളുടെ ആദ്യത്തെ 3 ജമാഅത്തുകൾ: ലാഹോർ 1-ാം സ്ഥാനത്ത്, കറാച്ചി 2-ാം സ്ഥാനത്ത്, റബുവ 3-ാം സ്ഥാനത്ത്. അത്ഫാലുകളുടെ ജില്ലകളുടെ സ്ഥാനം: സിയാൽകോട്ട് 1-ാം സ്ഥാനത്ത്, റാവൽപിണ്ടി 2-ാം സ്ഥാനത്ത്, ഇസ്ലാമാബാദ് 3-ാം സ്ഥാനത്ത്, ഫൈസലാബാദ് 4-ാം സ്ഥാനം, ഷേഖുപുര 5-ാം സ്ഥാനം, ഗുജറാംവാല 6-ാം സ്ഥാനം, ഉമർകോട്ട് 7-ാം സ്ഥാനം, സർഗോദ 8, നാരോവാൾ 9, ഗുജറാത്ത് 10. വസൂലി അനുസരിച്ച് അമേരിക്കയിലെ ആദ്യത്തെ 5 ജമാഅത്തുകൾ: ലോസ് ഏഞ്ചലസ്, ഇംഗ്ലണ്ട് എംപയർ 1-ാം സ്ഥാനത്ത്, സിലിക്കൺ വാലി 2-ാം സ്ഥാനം, ഡെട്രോയിറ്റ് 3-ാം സ്ഥാനം, ഷിക്കാഗോ 4-ാം സ്ഥാനം, സിയാക്കഡൽ 5-ാം സ്ഥാനം. ബ്രിട്ടനിലെ ആദ്യത്തെ 10 ജമാഅത്തുകൾ: ഗ്രീൻസ് പാർക്ക് 1-ാം സ്ഥാനത്ത്, 2-ാം സ്ഥാനത്ത് ന്യൂ മോഡേൺ, 3-ാം സ്ഥാനത്ത് വെസ്റ്റർ പാർക്ക്, 4-ാം സ്ഥാനത്ത് ഫസൽ മസ്ജിദ്, 5-ാം സ്ഥാനത്ത് വെസ്റ്റ് റൈഡൻ, 6-ാം സ്ഥാനത്ത് ബർണിംഗം, 7-ാം സ്ഥാനത്ത് മനിസ്ട്രം, 8-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സൗത്ത്, 9-ാം സ്ഥാനത്ത് ജലിംഗം, 10-ാം സ്ഥാനത്ത് സാൾട്ട. ബ്രിട്ടനിലെ റീജനുകൾ 5 റീജനുകളാണുള്ളത്. സൗത്ത് റീജൻ 1-ാം സ്ഥാനത്ത്, മിഡ്ലാൻഡ്, ലണ്ടൻ, ഇസ്ലാമാബാദ്, യുണൈറ്റഡ്. ജർമ്മനിയിലെ 5 റീജനുകൾ: ഹാംബർഗ് 1-ാം സ്ഥാനത്ത്, ഫ്രാങ്ക്ഫർട്ട് 2, ഗ്ലാസ്ഗോ 3, ബാംസ്റ്റർ 4, ന്യൂസ്ഡാൻ 5. ജർമ്മനിയിലെ ആദ്യത്തെ 10 ജമാഅത്തുകൾ: ന്യൂഡൻമാർക്ക്, കൊലോൺ, ഹോസ്ഹൈൻ, നോയസ്, മിൽഡ, ഫുൽഡ, ഹൈസ്ബർഗ്, ഫോൾഡ, മെഹദിയാബാദ്, ഹമാര. കാനഡയിലെ ആദ്യത്തെ 10 ജമാഅത്തുകൾ: പീസ് വില്ലേജ് 1-ാം സ്ഥാനത്ത്, ലേക്ക് സ്റ്റൈൽ, വെസ്റ്റേൺ സൗത്ത്, വിൻവേജ്, ഹാമിംഗ്ടൺ. കാനഡയിലെ ആദ്യത്തെ 5 ജമാഅത്തുകൾ: വെസ്റ്റേൺ സൗത്ത്, പീസ് വില്ലേജ് സൗത്ത്, വെസ്റ്റേൺ നോർത്ത്, ഡർഹം, അമേരിക്കൻ നോർത്ത്. ഭാരതത്തിലെ ജമാഅത്തുകൾ: 1-ാം സ്ഥാനത്ത് കേരള, സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം കേരള, തമിഴ്നാട്, ജമ്മു കശ്മീർ, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, കർണാടക, പഞ്ചാബ്, ഒറീസ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഡൽഹി. സംസ്ഥാനങ്ങൾ മാത്രമല്ല പട്ടണങ്ങളുമുണ്ട് ഡൽഹി. വസൂലി അനുസരിച്ച് ഇന്ത്യയിലെ ജമാഅത്തുകൾ: കാലിക്കറ്റ്, കരുളായി, കണ്ണൂർ ടൗൺ, കാദിയാൻ, ഹൈദരാബാദ്, കോയമ്പത്തൂർ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, ഋഷിനഗർ, കരുനാഗപ്പള്ളി. അള്ളാഹു ഈ എല്ലാവർക്കും ആരാണോ വഖഫെ ജദീദിന്റെ ചന്തയിൽ വളരെ ആവേശത്തോടെ ഭാഗവാക്കായത് അവരുടെ സമ്പത്തിലും ജീവനിലും അളവറ്റ അനുഗ്രഹം ചൊരിയട്ടെ. അതോടൊപ്പം തന്നെ ഞാൻ അടുത്ത വർഷത്തെ വിളംബരവും ഞാൻ പറഞ്ഞതുപോലെ നടത്തുകയാണ്. അള്ളാഹു ഈ എല്ലാവർക്കും മുമ്പത്തേക്കാൾ ഉപരിയായി ത്യാഗങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അവരുടെ ത്യാഗത്തിൽ അനുഗ്രഹവും ചൊരിയട്ടെ. ജമാഅത്തിന്റെ സമ്പത്തിലും അള്ളാഹു അളവറ്റ അനുഗ്രഹം വർഷിക്കട്ടെ. ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ജമാഅത്തിന് അതിൻ്റെ പദ്ധതികൾ നിലനിർത്താനും അത് പൂർത്തിയാക്കാനും അതിൽ കൂടുതൽ മനോഹാരിത ഉണ്ടാക്കാനും തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ മറ്റൊരു മാർഗവും തന്നെയില്ല. അതുകൊണ്ട് സമ്പത്തിൽ അനുഗ്രഹമുണ്ടാകുന്നതിന് വേണ്ടിയും ഒരുപാട് ദുആ ചെയ്യുക. അവസാനമായി നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ നമസ്കരിപ്പിക്കും. ഈ ജനാസ നമ്മുടെ വളരെ പ്രസിദ്ധനായ കവി, ബഹുമാനപ്പെട്ട കവി അബ്ദുൽ മന്നാൻ നാഹിദ് സാഹിബ്, അദ്ദേഹം ഹസ്രത്ത് ഖ്വാജ മുഹമ്മദ്ദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു മസീഹ് സ്വല്ലല്ലാഹു അലൈഹി സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജനാസയാണ്. ജനുവരി 1-ാം തീയതി 93-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മന്നാൻ സാഹിബ് ഒരു അഭിവന്യ കശ്മീരി കുടുംബത്തിൽ
1919 ജനിച്ചു. ഞാൻ പറഞ്ഞതുപോലെ പിതാവിൻ്റെ പേര് ഖ്വാജ മുഹമ്മദുദ്ദീൻ സാഹിബ് എന്നായിരുന്നു. ഹദ്രത്ത് മുൻഷി മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സിയാൽക്കോട്ടി മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ പിതാവായിരുന്നു. ഹദ്രത്ത് മൗലാന അബ്ദുൽ കരീം സാഹിബ് സിയാൽക്കോട്ടി റളിയല്ലാഹു തആല അൻഹു നായ് സാഹിബിന്റെ മാതാവ് നാക്കിം ബീവി സാഹിബായുടെ അമ്മാവനായിരുന്നു. അവരുടെ വീട്ടിലാണ് ഇദ്ദേഹത്തിന്റെ മാതാവ് വളർന്നത്. കാദിയാനിലാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഹദ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലും പോക്കുവരവുണ്ടായിരുന്നു. അതുമൂലം ഹദ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെയും ഹദ്രത്ത് അമ്മാജാന്റെയും സ്നേഹത്തിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ മാതാവ് ഒരു വലിയ ഭാഗം കരസ്ഥമാക്കി. ബഹുമാനപ്പെട്ട നാഹിദ് സാഹിബിനെ കവിതയോട് താല്പര്യമുള്ള ഒരുപാട് ആളുകൾക്ക് അറിയാൻ സാധിക്കും. പൊതുവിലും ജമാഅത്തിലുള്ള എല്ലാവരും അറിയാൻ സാധിക്കുന്നതാണ്. വളരെ പ്രസിദ്ധനായ കവിയാണ്. അദ്ദേഹത്തിന്റെ ഗസലുകളും കവിതകളും വളരെ ആഴത്തിലുള്ളതായിരുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസം സിയാൽക്കോട്ടിൽ നിന്നാണ് അദ്ദേഹം നേടിയത്. 1940 പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA എടുത്തു. 1941 പ്രവേശനം നേടി കൂടുതൽ പഠിക്കുന്നതിനായി. എന്നാൽ പിന്നീട് ജോലി ലഭിച്ചു. അതിനുശേഷം അദ്ദേഹം പഠനം ഉപേക്ഷിച്ചു. 1942 മിലിറ്ററി അക്കൗണ്ട്സിൽ ചേർന്നു. ഈ വിഭാഗത്തിൽ നിന്ന് 1978 കൺട്രോളർ മിലിറ്ററി അക്കൗണ്ട് എന്ന സ്ഥാനത്തിരിക്കെ റിട്ടയറായി. വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. എവിടെയെല്ലാം ഉണ്ടായിരുന്നോ അവിടെയെല്ലാം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിലും ഭാഗവാക്കായി. വളരെയധികം ദീനീബോധമുള്ള എളിമയുടെയും വിനയത്തിൻ്റെയും പ്രതിരൂപമായിരുന്നു. വളരെ നല്ല കവിയായിരുന്നു. എന്നാൽ തൻ്റെ ജൂനിയറായ കവികളെ, യുവാക്കളായ കവികളെ അവരെ എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. അദബോടും ബഹുമാനത്തോടും കൂടി വളരെ നല്ല രീതിയിലാണ് സംസാരിക്കാറുണ്ടായിരുന്നത്. ജമാഅത്തിന്റെ കവി അരങ്ങുകളുടെ നിർബന്ധ ഘടകമായിരുന്നു അദ്ദേഹം. ഇവിടെയും 1-2 തവണ വന്നിട്ടുണ്ട്. കവിയരങ്ങുകളിൽ പങ്കെടുത്തു. ഖിലാഫത്തെ റാബിയയുടെ സമയത്തും എൻ്റെ കാലത്തും ബയ്യത്തിന്റെ നിബന്ധനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ശ്രമമാണ് ഇദ്ദേഹം നടത്താറുണ്ടായിരുന്നത്. വിശ്വസ്തതയുടെ വളരെ ഉന്നതമായ മാതൃകയായിരുന്നു ഇദ്ദേഹം. നമസ്കാരത്തിലും നോമ്പിലും കൃത്യനിഷ്ഠയുള്ള, കൃത്യമായി തഹജ്ജുദ് നമസ്കരിക്കുന്ന വ്യക്തിയായിരുന്നു. ദരിദ്രരോടുള്ള സഹാനുഭൂതി, അവരോടുള്ള നല്ല പെരുമാറ്റം വളരെ ഉന്നതമായിരുന്നു. നേത്രങ്ങളെ കീഴ്പോട്ട് വെക്കുന്ന ശീലം വളരെ അധികമായിരുന്നു. ഖലീഫമാരോട് ചെയ്ത ബൈഅത്ത്, ജമാഅത്തിലെ മഹത്തുക്കളോടുള്ള അനുസരണം അഹമ്മദിയ ഖിലാഫത്ത് കാരണം വളരെ കൂടുതലായിരുന്നു. ഒന്നാം നിരയിലുള്ള ആത്മാർത്ഥ വ്യക്തികളിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം എന്ന് പറയേണ്ടി വരും. ജമാഅത്തിന്റെ സാമ്പത്തിക ത്യാഗത്തിൽ എടുത്തുചാടി പങ്കാളിയാകുന്ന ആളായിരുന്നു. യാതൊരുവിധ സ്വയേച്ഛയും ഇല്ലാത്ത മനുഷ്യനായിരുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സ്ഥാനമുയർത്തട്ടെ. ഇദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ വഫാത്തായിരുന്നു. ഇദ്ദേഹത്തിന് മക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു മകനെ അദ്ദേഹം എടുത്തു വളർത്തിയിരുന്നു. അള്ളാഹു അദ്ദേഹം എടുത്തു വളർത്തിയ മകനും അദ്ദേഹത്തിന്റെ തണലിൽ വളരാൻ കഴിഞ്ഞതുകൊണ്ട് അത് എല്ലായ്പ്പോഴും നിലനിർത്താൻ സാധിക്കട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിനും ജമാഅത്തിന്റെ സേവനത്തിനുള്ള തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു എല്ലായ്പ്പോഴും ആത്മാർത്ഥതയോടും കൂറോടും കൂടി അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ മക്കൾക്കും പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى
والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر